ഹായ് ഗൈസ്, കുറേ നാളായി. ആൻഡ് ദാറ്റ്സ് ബിക്കോസ് ഞാനൊരു ഷോർട്ട് ഫിലിം ആയിട്ട് ഡയറക്റ്റ് ചെയ്യായിരുന്നു. ഗ്രാനി എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ട്രെയിലറും ഒക്കെ കണ്ടു കാണും. സോ ഇനിഷ്യലി ഈ 25-ാം തീയതി യൂട്യൂബിൽ റിലീസ് ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇപ്പം നമ്മൾ ആക്ച്വലി ഗ്രാനി ഒരു ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമായിട്ട് ചെയ്താലോ എന്ന് തന്നെ ആലോചിക്കുകയാണ്. സോ ആ ഐഡിയ ആയിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ വരുന്ന മാസങ്ങളിൽ ഗ്രാനി നിങ്ങളിലേക്ക് ഒരു ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമായിട്ട് തന്നെ എത്തുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ഫിലിമായിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ ഏതാണെങ്കിലും ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഏത് രൂപത്തിലാണെങ്കിലും നിങ്ങൾ കാണുന്നതിൽ നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാരണം ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണെന്നാണ് നമ്മുടെ വിശ്വാസം. സെക്കൻഡ്ലി ഗൈസ്, നിസാരത്തിൽ അടുത്ത എപ്പിസോഡ് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഇത്രയും കൂടെ പണിയുണ്ട്. സോ വരുന്ന ആഴ്ചകൾ അത് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ആൻഡ് ഫൈനലി ഗൈസ്, ആസ് വി ഓൾവേസ് സേ, നമ്മൾ ഈ എപ്പിസോഡിൽ കളിയാക്കുന്ന ആൾക്കാരുടെ ജനറൽ സ്കിൽ സെറ്റോ ടാലൻറ്റോ ഒന്നും നമ്മൾ കളിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവരൊക്കെ വേറെ പടങ്ങളും ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ നല്ലതുമാണ്. ഈ സിനിമയുടെ കോണ്ടെക്സ്റ്റിൽ അവർ കാണിച്ചു വെച്ചിരിക്കുന്ന മണ്ടത്തരങ്ങൾ മാത്രമേ കളിയാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. കുറേ നാളായി, ശരിക്കും മിസ് ചെയ്തു. ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ എല്ലാവർക്കും ഫോർഗോട്ടൻ മലയാളം മൂവീസിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും ക്യൂട്ടായ ചില മൂവീസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നീ എന്നെ പറ്റിച്ചതല്ലേ? ഇന്നത്തെ സിനിമയാണ് വള്ളിക്കെട്ട്. അല്ല, പടത്തിന്റെ പേര് വള്ളിക്കെട്ട്. സ്റ്റാറിംഗ് പെൺകുട്ടിയെ മോഹിപ്പിച്ചതിന് ശേഷം കട്ടിലിൽ പോയി മലന്ന് പലക പോലെ കിടന്ന അഷ്കർ സൗദ. ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈ ഹോപ്സ് ഫിലിം ഫാക്ടറി. ഞാൻ രാജശ്രീ, നമ്മുടെ വള്ളിക്കെട്ട് സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. യൂത്തിനും ഫാമിലിക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ നമ്മുടെ ജിബൻ സർ അണിയിച്ചിരിക്കുന്നത്. പ്രൊഡ്യൂസറിൻ്റെ മാത്രമേ ഹൈ ഹോപ്സ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. യൂത്തിനും ഫാമിലിക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ നമ്മുടെ ജിബൻ സർ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഏത് പടം, ഇതിനെപ്പറ്റി ഒന്നും കേട്ടിട്ട് പോലും ഇല്ലല്ലോ. അതിനൊരു ഒറ്റ കാരണമേ ഉള്ളൂ, ദാ ഈ മനുഷ്യൻ. ഇയാളുടെ PR ഗെയിം സോ വീക്ക്. സാധാരണ ആൾക്കാർ പടം പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സാധാരണ നടന്മാർ പോയിട്ട് ഇങ്ങനെ മടിച്ച് പറയും, ഓക്കെ ഇങ്ങനെ ചെയ്തൊരു പടമുണ്ട്, അത് ഓടും തോന്നുന്നു, നിങ്ങൾ വിജയിപ്പിക്കണം. ഈ പുള്ളി കോൺഫിഡൻ്റ് ആയിട്ട് പറയും ചെയ്ത പടം പൊട്ടുന്ന ചിത്രത്തിൽ ഒരു വേഷം ചെയ്തു. അഷ്കർ ഭായ്, ഇത് പടത്തിൻ്റെ പ്രൊമോഷനാണ്. പൊട്ടുന്ന ചിത്രത്തിൽ ഒരു വേഷം ചെയ്തു. ഓക്കെ, എന്തായാലും ഇദ്ദേഹം വേഷം ചെയ്ത് ഈ പൊട്ടുന്ന ചിത്രത്തെ പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം ഇൻ ദ ഫസ്റ്റ് സെഗ്മെന്റ്, ക്യാരക്ടേഴ്സ്. കൊച്ചിയിൽ ചെറായിക്ക് അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് കമ്പിത്താഴം. കമ്പിത്താഴത്തിലെ ആൾക്കാരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. സോ ഹാപ്പി ദാറ്റ് അവർ ആന കുത്താൻ വന്നാലും ചിരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കൊക്കെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും. കമ്പിത്താഴത്തിലെ ആൾക്കാർക്ക് 2 കാര്യങ്ങളെ പറ്റും. നീ വരുന്നുണ്ടോ? ദുൽഖറിന്റെ പടം ഒന്ന് റിലീസാ. ഞാൻ പറഞ്ഞു. അന്നൊരു ഗോൾഡ് വലി. അത് ശരിയാ, ലൈഫിൽ 2 കാര്യങ്ങളല്ലേ പറ്റും. ഒന്നെങ്കിൽ ദുൽഖറിന്റെ പടത്തിന് പോകാം, അല്ലെങ്കിൽ ഗോൾഡ് വലിക്കാം. അന്നൊരു ഗോൾഡ് വലി. കമ്പിത്താഴത്തിലെ ആൾക്കാർക്ക് ദുൽഖറിനെ ഇഷ്ടമല്ലാത്തതിനൊരു കാരണമുണ്ട്. കാരണം അവർക്ക് ഇഷ്ടം ദുൽഖറിന്റെ കസിനായ അഷ്കറിനെയാണ്. അഷ്കറിന്റെ ഈ പടത്തിലെ പേരാണ് ആണഴകൻ. ആണഴകൻ ഒരാവശ്യമില്ലാണ്ട് ആണഴക് കാണിച്ചുകൊണ്ടിരിക്കും. കാവാലം ജെട്ടി, ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ജെട്ടി. എന്റെ കമ്പി താഴ്ന്നു. കറക്റ്റാ. ആണഴകൻ നാട്ടിലൊരു ക്രഷൊക്കെ ഉണ്ട്, ഒരു ക്യൂട്ട്നെസ് മെഴുകുന്ന കാവ്യ. മൂവിങ് ഓൺ. ആണഴകിൻ്റെ കാവ്യൻ്റെ ഫ്ലേട്ടിങ് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്.
കാരണം ഈ രണ്ടെണ്ണത്തിന് സർക്കാസം മനസ്സിലാവില്ല. ഫോർ എക്സാമ്പിൾ, ഈ സീനിൽ ആണഴുകൻ കുറേ നാളായിട്ട് കാവ്യയുടെ പുറകെ നടക്കുകയാണ്. എടോ മര്യാദയ്ക്ക് സംസാരിക്കണം. താൻ എന്റെ പിന്നാലെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടന്ന് ആടണ. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആണ്, താൻ എൻ്റെ പുറകെ നടക്കുന്നുണ്ട് ഞാൻ ഇവിടെ കിടന്ന് ആടണമെന്ന്. അല്ല, അവള് സീരിയസ് ആയിട്ട് ചോദിച്ചതാ അവൾ ആടണമെന്ന്. ഹസീനെ ഇറങ്ങി ആ മൊബൈലിലോ പാട്ട് വെച്ചേ. ആൻഡ് അവൾ ആക്ച്വലി ആടാൻ തുടങ്ങി. Harmanım, baba nerede çarşafım? Gördüğüm bu paketler benim dermanım. Hoppa yavaşça açıldı fermanım. Sakın kaçma buraya gel la kezbanım. മനസ്സിലാവുന്നില്ല. ആണഴകിന്റെ ക്രഷ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ആണഴകിന്റെ ഫ്രണ്ട്സിലേക്ക് വരാം. ആണഴകിന്റെ നാട്ടിൽ 2 ഫ്രണ്ട്സ് ഉണ്ട്. ആദ്യത്തെ ഫ്രണ്ടാണ് അരിസ്റ്റോക്രാറ്റ് ഏതോ സീഡി വിഴുങ്ങിയെന്ന് തോന്നുന്നു. മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം. മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം. മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ. മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ. അപ്പോ ഈ മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ. അതോടൊപ്പം തന്നെ ആരെല്ലാം വാ നടച്ചു വെക്കോ. മൈലഞ്ചി കാട്ടിലെ ആടിയോ. താങ്ക് യു. അരിസ്റ്റോക്രാറ്റ് അല്ലാണ്ട് വേറൊരു ഫ്രണ്ട് കൂടെ ഉണ്ട്. ഒരു ഇടി കൊണ്ട ഈണത്തി കരയുന്നൊരുത്തൻ. ഇങ്ങനെ കരയുന്നത് ஆசை தரும் பார்வையில் எல்லாம் 1000 எண்ணம் வரும் வரும் வரும். ഓക്കെ, അപ്പൊ ആണഴകിന്റെ ക്രഷായി, ആണഴകിന്റെ ഫ്രണ്ട്സായി. ഇനി ഒരാളും കൂടെ ഉണ്ട് കമ്പിത്തായിട്ട്, ആണഴകിന്റെ ശത്രു ഇവൻ. ഗൈസ്, ഇവരങ്ങനെ ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. ഇവർ അപ്പൂപ്പൻ ബോയ്സിലെ വലിയ നെപ്പോ കിഡ്സിലെ ഒരാളാണ്. ആ മുഖത്തേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയ OGസിന് മനസ്സിലാവേണ്ടതാണ്. ഓക്കെ, മനസ്സിലായവർ OGസ് കമന്റ് ബോക്സിലിടാം. ബാക്കിയുള്ളവർക്ക് ഒരു ക്ലൂ തരാം. ഇവൻ്റെ അച്ഛൻ ഒരു ഇറ്റാലിയൻ മോബ്സ്റ്ററാണ്. വരണം മകനെ വരണം, താങ്കളുടെ അച്ഛൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യമാണ്. तुम्हें काट के टुकड़े टुकड़े बना के परिंदों को खिलाएंगे. മാഫിയ ശശിയാണ് ഈ പടത്തിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ. ആൻഡ് മൈ ഗോഡ്, വാട്ട് എ സ്റ്റണ്ട്. ആൻഡ് മാഫിയ ശശി പുള്ളിയുടെ ചക്കര മോനെ ആരും ഒന്ന് തൊടാൻ പോലും സമ്മതിക്കൂല. ഫോർ എക്സാമ്പിൾ, ഒരു ഫൈറ്റിൽ അഷ്കർ സുൽത്താൻ മാഫിയ ശശിയുടെ മോനെ എടുത്ത് പൊക്കി കറക്കി മലത്തി നേരെ നിർത്തും. ഇതൊക്കെ ഏത് മാഫിയെന്ന് പഠിച്ചതോ? बॉम्ब एक्सप्लोजन. ഓക്കെ, അപ്പോൾ ഇവരൊക്കെയാണ് കമ്പിത്തായിട്ടുള്ള ആൾക്കാർ. ഈ ക്യാരക്ടേഴ്സിനെ മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഈ പടത്തിൻ്റെ ഇല്ലാത്ത സ്റ്റോറിയെ പറ്റി ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് സെഗ്മെന്റ്, സ്റ്റോറി. പടം തുടങ്ങുമ്പോൾ ആണഴകിനും ഗ്യാങ്ങോ ഏതോ ഒരുത്തൻ്റെ 5000 രൂപ കൊട്ടേഷൻ വാങ്ങിച്ചിട്ട് ഇന്ന് തന്നെ തീർക്കാമെന്നേക്കും. തീർക്കണം, ഇന്ന് തന്നെ തീർക്കണം. സാർ വയ്ക്കോ, ഇന്ന് തീർത്തിരിക്കും. എന്നിട്ട് തീർക്കാനായിട്ട് ഇവന്മാർ പോയി അയാളുടെ വണ്ടി തടയും. എന്നിട്ട് ഇവരെ നമുക്ക് കാണിച്ചു തരും അവരുടെ കൊടൂരമായ നൃത്തച്ചുവടുകൾ. ചില്ല് 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 ചിങ്കാരി തന 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 തന്നാനക്കന തന്നാരേ. ആ വണ്ടിയിൽ ഒരു ഡാൻസ് ട്രൂപ്പ് ആയിരുന്നു. ആൻഡ് ഈ മപ്പമാർ ഇത്ര നേരം ഡാൻസ് പ്രാക്ടീസ് തീർക്കുന്നതിനെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സൂപ്പർ ഡാൻസ് തീർക്കണം, ഇന്ന് തന്നെ തീർക്കണം. ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ആണഴകൻ ആദ്യമായി കാവ്യയെ കാണും. കാവ്യയെ വളയ്ക്കാനായിട്ട് ആണഴകൻ പല ടാക്ടിക്സ് ഉപയോഗിക്കും. പല നടന്മാരെ അനുകരിച്ചു നോക്കും. നിവിൻ പോളിയെ പോലെ റൊമാൻറ്റിക് ലുക്സ് ഇട്ട് നോക്കും. പക്ഷേ നിവിൻ പോളിയുടെ അത്രയും വരില്ല. മോഹൻലാലിനെ പോലെ സ്വീറ്റ് ഡയലോഗ്സ് പറയും. പക്ഷെ അതും മോഹൻലാലിന്റെ അത്രയും വരില്ല. അല്ല, താൻ പഠിച്ചൊരു ജോലി കിട്ടിയാൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അതൊരു ആശ്വാസമാകില്ല. അവസാനം പുള്ളി മനസ്സ് എടുത്തിട്ട് ചുമ്മാ അങ്ങ് ഡാൻസ് കളിക്കുമ്പോൾ കറക്റ്റ് മമ്മൂട്ടി. പാട് പനം കുയിലേ ആട് മനം കിളിയേ പാടി പാടി ആടി ആടി ആടാടടി പൂമയിലേ പാട്. ഇത് കണ്ടിട്ട് ആക്ച്വൽ മമ്മൂട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് കാവ്യ അങ്ങ് ഇംപ്രസ് ആവും. എന്തിനാണ് പൊന്മയിലേ ഇങ്ങനെ എന്നെ നോക്കണത്? അങ്ങനെ ആമകൻ ഇങ്ങനെ നൈസായിട്ട് അവളെ ഇംപ്രസ് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അച്ഛനെ പോലെ തന്നെ മാഫിയ ശശിയെ
പോലെ തന്നെ എവിടെ ടൈം സ്റ്റാമ്പ് പറയാൻ നിങ്ങൾ പോയി നോക്കിയോ, മാഫിയ ശശിയെ പോലെ തന്നെ മാഫിയ ശശിയുടെ മോൻ എവിടുന്നോ പ്രത്യക്ഷപ്പെട്ട് ഒരു കാര്യമില്ലാതെ അഷ്കർ സൗദാനെ എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ കാർത്തിക് സൂര്യ അരുൺ സ്മോക്കിയും കൂടെ കാട്ട കളി. ഒരു ബാലറീനയൊക്കെ പോലെ. ഈ എന്തിനോ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത റാൻഡം ഫൈറ്റ് കാരണം എവന്മാർ എനിമീസോ. ആൻഡ് ഇതിന് ശേഷം ഇവൻ എവിടെ പോയാലും മാഫി ശശിയുടെ മോൻ ഒരു വൈൽഡ് പോക്കിമോനെ പോലെ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഈ സ്റ്റെറോയിഡ് അടിച്ച മാഫി ശശി മീശോ മമ്മൂട്ടിയെ ആക്രമിക്കാൻ നോക്കും. മാഫിയ ശശിയല്ലേ ഇതിന്റെ സ്റ്റഡ് കൊറിയോഗ്രാഫർ. നിങ്ങൾ സ്വന്തം മോനെ ഫീൽഡ് ഔട്ട് ആക്കാൻ നോക്കുകയാണോ? എനിവേസ് എവന്മാര് തമ്മിൽ ഇങ്ങനെ ഫുൾ അടി കച്ചറായതുകൊണ്ട് തന്നെ പോലീസ് എവന്മാരെ പിടിച്ചുകൊണ്ടു. എന്താടാ ഇത്? ബെന്നിച്ചേട്ടാ, അവന്മാരാണ് ആദ്യം പ്രശ്നം ഉണ്ടാക്കുക. ഞാൻ ഒന്ന് കണ്ടിട്ട് പറ്റേ. മാഫിയ ശശിയുടെ മോനകത്താവും, പക്ഷെ ആണഴകൻ നാട്ടിലെ ജനപ്രിയനായതുകൊണ്ട് തന്നെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് പുറത്തിറങ്ങും. ഇതിപ്പോ ബെന്നി പറഞ്ഞത് കൊണ്ടാ, എല്ലാരും പൊയ്ക്കോ. ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് പോലീസിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട ജനപ്രിയനും കാവ്യയും സന്തോഷം കൊണ്ട് ഡാൻസ് കളിക്കും. ഇനി ഈ ജനപ്രിയന്റെയും കാവ്യയുടെ ലൈഫിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഫൈനൽ സെഗ്മെന്റിൽ അറിയാം. അതിനു മുമ്പ് നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം, സോങ്സ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമയിൽ അഭിനയിച്ച ഒരൊറ്റ ഒരെണ്ണത്തിന് അറിഞ്ഞൂടി ഈ സിനിമയിൽ എത്ര പാട്ടുണ്ടെന്ന്. ഇതിൻ്റെ അത് മെയിനായിട്ട് 4 പാട്ടുകളാണുള്ളത്. 5 പാട്ടുണ്ട് സിനിമയിൽ 4 പാട്ടും 5ഓളം പാട്ടുകൾ ഈ പടത്തിൽ വന്ന് 4 പാട്ട്. ഈ നൂബ്സിന് ആർക്കും അറിഞ്ഞൂടി ഈ സിനിമയിൽ 4 പാട്ടാണോ 5 പാട്ടാണോ. അവസാനം അഷ്കർ ഭായ് തന്നെ വന്ന് ക്ലിയർ ചെയ്തു. അഷ്കർ ഭായ് വന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും ഈ സിനിമയിൽ എത്ര പാട്ടുണ്ട്. എത്ര പാട്ടാണോ? 4-5. ഈ ചിത്രത്തിൽ 4-5 സോങ് ഉണ്ട്. 4-5 സോങ്ങുകളുണ്ട്. If you cannot convince them, confuse them. ഈ ചിത്രത്തിൽ 4-5 സോങ് ഉണ്ട്. 4-5 സോങ്ങുകളുണ്ട്. ഓക്കെ, സോ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഈ സിനിമയിൽ ആക്ച്വലി 5 പാട്ടുണ്ട്. ആൻഡ് ഗൈസ് 5 പാട്ടും ആക്ച്വലി ഒന്നിനൊന്നും മെച്ചം, ലൈക്ക് ടോപ്പ് കൂറ സോങ്സ്. ഐ എം നോട്ട് കിഡിങ് ഗൈസ്. വള്ളിക്കെട്ട് ഇസ് നത്തിങ് വിത്തൗട്ട് ഇറ്റ്സ് സോങ്സ്. അമേസിങ് സ്റ്റഫ്. മ്യൂസിക് ബൈ മുരളി പുനലൂർ, നെക്സ്റ്റ് ലെവൽ ഷെറ്റ്. ഫസ്റ്റ് പാട്ടാണ് MG ശ്രീകുമാർ പാടിയ ഒരു ടോപ്പ് സാധനം. ലൈക്ക് ഇത് മോഹൻലാലോ അഭിനയിച്ച ഒരു സിനിമയാണെങ്കിൽ ഇത് ട്രെൻഡ് ആവേണ്ട സാധനമാണ്. പാട്ടിൻ്റെ പേരാണ് ചിലി ചിലി ചിങ്കാരി തന തന തന്നാരെ. ചിലി 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 ചിങ്കാരി തന 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 തന്നാനക്കന തന്നാരെ. ചിലി 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 ചിങ്കാരി തന 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 തന്നാനക്കന തന്നാരെ. അഴകേ പൂവഴകേ വരുവിൻ തേനഴകേ ചിലി 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 ചിലി. നമ്മൾ എത്ര നാളായിട്ട് ഇതും പാടിക്കൊണ്ട് നടക്കുകയാണെന്നോ. ചിലി 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 ചിങ്കാരി തന 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 തന്നാനക്കന തന്നാരെ. ഷോക്ക് അടിച്ച പോലെ. തന 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 തന്നാനക്കന തന്നാരെ. ടോപ്പ് ഷെറ്റ് ഗൈസ്, ടോപ്പ് ഷെറ്റ് ഗൈസ്. രണ്ടാമത്തെ പാട്ട് ടോപ്പാണ്. പാട്ട് തുടങ്ങുമ്പം MG ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ പാടുകയാണ് ശിവജി ഗുരുവായൂർ. വേലെടുത്താടി വരുന്നീ വേൽമുരുകൻ തുണയാലേ. പക്ഷേ ഗൈസ് പാട്ട് എന്നൊക്കെ പറഞ്ഞ വൈബ് ഉത്സവ പാട്ട്. പാടി പാടി ആടി ആടി ആടാടടി പൂമയിലേ. പാട് പനം കുയിലേ ആട് മനം കിളിയേ. പാട് പന്നം കുയിലേ ആടാട് മനം കിളിയേ. പാടി പാടി ആടി ആടി. ഇതെന്താ ബോഡിയിൽ ഭയങ്കര എനർജി, ഫേസിൽ തീരെ എനർജി ഇല്ലാത്ത. പാട് പനം കുയിലേ ആട്. ഓക്കെ, സ്കൂളിലൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അഷ്കർ ഭായ് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഡാൻസ് കൊറിയോഗ്രാഫറിനെ ഒന്ന് സൂക്ഷിച്ചോ. അവൻ ബ്രോനെ ഔട്ടാക്കാൻ നോക്കുക. ഇതിലെ ഡാൻസ് മൂവ്സ് ഒക്കെ എന്താ, ചില സ്റ്റെപ്പൊക്കെ കാണണം.
എന്താ ബ്രോ, തണുത്ത വെള്ളമൊക്കെ കോരി ഒഴിച്ച പോലെ. മൂന്നാമത്തെ പാട്ടാണ് അരിസ്റ്റോന്റെ തൊണ്ടയിൽ കുടുങ്ങിയ കാസറ്റ്. മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം പറന്നണഞ്ഞു മാമ്പഴക്കാലമായി. നാലാമത്തെ പാട്ടാണ് ഒരു കോപ്പി അടിച്ച സോങ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും കോപ്പി അടിച്ച സോങ് ഏത് സോങ്ങിന്റെ ട്യൂണാ കോപ്പി അടിച്ചത്? ഇംഗ്ലീഷ് സോങ്ങിന്റെയോ തമിഴ് സോങ്ങിന്റെയോ ഹിന്ദി സോങ്ങിന്റെയോ? ട്യൂണല്ല കോപ്പി അടിച്ചത്, ലിറിക്സ്. സോ ബേസിക്കലി ഇതാണ് പാട്ട്. മഴയാണു പെണ്ണേൻ മനസാകെ, മഴയാണു പെണ്ണേൻ മനസാകെ. ഈ പടത്തിന്റെ വള്ളിക്കെട്ടിന്റെ ഡയറക്ടറും ലിറിസിസ്റ്റും ജിബിൻ എന്ന് പറയുന്ന ഒരാളാണ്. ഈ ജിബിൻ്റെ തന്നെ വേറൊരു പടമുണ്ട്, പൊന്നരയൻ. അത് ഞാനും ജിബിനും മാത്രമേ കണ്ടിട്ടുള്ളൂ തോന്നും. പക്ഷെ അതിൽ ഈ എക്സാക്ട് സെയിം ലിറിക്സ് ഉള്ള പാട്ട് ജിബിൻ എഴുതിയിട്ടുണ്ട്. മഴയാണു പെണ്ണേ എൻ്റെ മനസാകെ, മഴയാണു പെണ്ണേ എൻ്റെ മനസാകെ, മഴയാണു പെണ്ണേ എൻ മനസാകെ, മഴയാണു പെണ്ണേ എൻ മനസാകെ. ചില സമയത്ത് എൻ്റെ നോളജിൽ ഞാൻ തന്നെ ഇംപ്രസ്ഡ് ആവും ഗൈസ്. ഒരു ട്രൂ സോൾ, ഞാൻ ഒരു ഭയങ്കര ഒരു കൂറപ്പടം എന്തൂസിയാസ്റ്റ്. മഴയാണു പെണ്ണേ എൻ്റെ മനസാകെ. ആൻഡ് ഫൈനൽ പാട്ടാണ് കേരളത്തിലെ ആമ്പിളർ ഇന്ന് പരിപാടികളുടെ ഇടയിൽ ഫേസ് ചെയ്യുന്ന നമ്പർ 1 പ്രശ്നത്തെ പറ്റിയുള്ള പാട്ട്. സോഷ്യലി റെലവൻറ്റ് ലിറിക്സ് എഴുതിയ ജിബിൻ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഈ പടത്തിലെ പാട്ടിനെ പറ്റി മനസ്സിലാക്കി സ്ഥിതിക്ക് ഇനി നമുക്ക് ഫൈനൽ സെഗ്മെന്റിലേക്ക് കടക്കാം. ആണഴകിൻ്റെയും കാവ്യയുടെ ലൈഫിൽ എന്ത് സംഭവിക്കും നമുക്ക് മനസ്സിലാകാം. ദ ഫൈനൽ സെഗ്മെന്റ്, പോൺ സ്റ്റാർ. ഓക്കെ, ഇപ്പോൾ കഥ ഇതുവരെ ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ പൾസർ സുനി അകത്താണ്, ജനപ്രിയനും കാവ്യയും പുറത്താണ്. ഒരു ദിവസം നമ്മുടെ ജനപ്രിയൻ ആണഴകൻ ആരും ഇല്ലാത്ത നേരം കാവ്യയുടെ വീട്ടിൽ പോകും. എന്നിട്ട് കുറച്ച് പ്ലേഫുൾ റൊമാൻസ് ഇറക്കും. ഈ കോലത്തിൽ നിന്നെ എൻ്റെ അമ്മയെങ്ങനെ കണ്ടാൽ നിന്നെ വിളിച്ചുകൊണ്ട് വന്നാൽ കെട്ടിച്ചേർന്നേക്കാന്ന് പറയും. അയ്യടാ, എന്നെ മാന്യമായി കല്യാണം കഴിച്ചാൽ മതി. അല്ല, നീ എപ്പോ വന്നു? ഞാനോ? നീ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറിയില്ലേ? ഇപ്പൊ വന്നതാ. അപ്പൊ ഞാൻ ഡ്രസ്സ് മാറുന്ന നീ കണ്ടാ? ഞാൻ കണ്ട്. അയ്യേ അയ്യേ. പക്ഷെ എന്നിട്ടാ അവളുടെ മുഖത്ത് ഇങ്ങനെ പിടിക്കും. അവളാണെങ്കിലോ ആ നീണ്ട കുഴലിങ്ങനെ പിടിക്കും. എവിടുന്നോ ഒരു റാൻഡം തോക്ക് വന്നു ഗൈസ്. എന്നിട്ട് അവൻ ആ തോക്കി പിടിക്കും. എന്നിട്ട് അവൻ അവളുടെ നേരെ നടക്കുമ്പോ പോൺസിന്റെ ബോട്ടിൽ ചവിട്ടി അവളുടെ തലയെ വെടിവെക്കും. കാവ്യ, കാവ്യ, അയ്യോ കാവ്യ, ഇവളെന്താ തല ജസ്റ്റ് ഒന്ന് കഥകിലൊന്ന് തട്ടിയതുപോലെ. എടാ, ഇത് നമ്മുടെ കരിങ്കാളിയല്ലേ? കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണം. എടാ മോനു, നീ പോൺസിന്റെ ബോട്ടിൽ ചവിട്ടി കരിങ്കാളിയാണോ വെടിവെച്ചിട്ട്? എന്നിട്ട് ഗൈസ്, ഈ നിർഗുണൻ ആരെങ്കിലുമൊക്കെ അറിയിക്കുന്നതിന് പകരം ജസ്റ്റ് അങ്ങ് സ്കൂട്ടാവും.
പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന്. സത്യം, മര്യാദയ്ക്ക് ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നേ, വീട്ടിൽ വന്ന് ജസ്റ്റ് ഒന്ന് കൊന്നിട്ട് പോയി. എന്നാലും എൻ്റെ ആണഴുക പോൺ സൈറ്റിൽ കയറി വെടിക്കുന്നതിന് വരെ പോൺസിന്റെ കുപ്പി ചവിട്ടി വെടിവെച്ചല്ലോ. ഇന്ന് മുതൽ നീയാണ് നമ്മുടെ പോൺ സ്റ്റാർ. എന്നിട്ട് അവരിങ്ങനെ നടക്കുക. അപ്പം അവൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും മോശം ദിവസമാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ പോൺസിൻ്റെ ബോട്ടിൽ ചവിട്ടി നിങ്ങളുടെ ബോയ് ഫ്രണ്ടിൻ്റെ ഗേൾ ഫ്രണ്ടൊക്കെ വെടിവെച്ചാൽ. അപ്പോൾ അവൻ ലൈഫിൽ ഇങ്ങനെ മൂഞ്ചിയിട്ടെല്ലാം ഒന്ന് ആലോചിച്ച് റോഡിൽ കൂടെ നടക്കുക. അപ്പോഴാണ് അവൻ്റെ അറിയുന്നത് അവൻ്റെ അച്ഛൻ്റെ ഒരു റാൻഡം ആന കുത്തി കൊന്നു. അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ. ഓ, നീ ആരെയാടാ കണി കണ്ടത്? അച്ഛൻ്റെ അകാല മൃത്യു കണ്ട പോൺ സ്റ്റാർ ഇമോഷണലോ? എല്ലാം കൊണ്ട് ദേഷ്യം വന്ന പോൺ സ്റ്റാർ ആനെ ഫിംഗർ ചെയ്യാൻ തീരുമാനിക്കും. എന്നിട്ട് അവൻ വായിലെ വൈബ്രേറ്റർ അങ്ങോട്ട് ഓൺ ചെയ്യും. ഗേൾ ഫ്രണ്ടിനെ വെടിവെച്ചിട്ടിട്ട് മതയാനെ ഫിംഗർ ചെയ്തു. തിരിച്ചല്ലായിരുന്നോ ചെയ്യേണ്ടത്? ഫിംഗർ കിട്ടുന്ന ആന മോൺ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഓർഗാസം വന്ന ആന ശാന്തയായിരുന്നു. ഈ ട്രാജഡിക്ക് ശേഷം പോൺ സ്റ്റാർ പോയി ഒരു ആൽമരച്ചോട്ടിലിരിക്കും. അവനെ ഒരു പോലീസുകാരെ പിടിച്ചോണ്ടു പടം തീരും. കഥ എല്ലാ ശുഭം. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ സിനിമയുടെ സ്റ്റോറി ആക്ച്വലി ഒരു 30 സെക്കൻഡിൽ സമ്മറൈസ് ചെയ്ത് തരാം. കേരളത്തിലെ ആമ്പിള്ളേർക്ക്, നമ്മളെപ്പോലത്തെ ആമ്പിള്ളേർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കഥയായിരിക്കും. ഓക്കെ, പെണ്ണ് കിട്ടാത്തൊരുത്തരും ഒരു ഗേൾ ഫ്രണ്ട് സെറ്റാവും. കഴപ്പ് കയറുമ്പോൾ അവൻ അവളുടെ വീട്ടിൽ പോകും. അവള് ഡ്രസ്സ് മാറുന്നത് കാണും. അപ്പൊ ഞാൻ ഡ്രസ്സ് മാറുന്നത് നീ കണ്ട? അത് കണ്ടിട്ട് കഴപ്പ് കയറി അവനൊരു വെടി അങ്ങോട്ട് വയ്ക്കും. വെടി വെച്ച് കഴിയുമ്പോൾ അവൻ്റെ കമ്പി താഴെ. ശുഭം. ഇൻ കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ലൈഫിൽ ഒരുപാട് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ മാനസികമായി തളർന്നു പോകുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ എവനെ പറ്റി ആലോചിച്ചാൽ മതി. അറ്റ്ലീസ്റ്റ് അവനെ മൂഞ്ചില്ലല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസ്, നമ്മുടെ റിവ്യൂ മൂവീസ് കമന്റ് ബോക്സിലിടാം. നമ്മൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഓൾസോ ഗൈസ്, ഗ്രാനിയുടെ അപ്ഡേറ്റ് ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഫീച്ചർ ഫിലിമായിട്ട് തന്നെ ഇറക്കുന്നത്, ഷോർട്ട് ഫിലിമായിട്ടാണ് ഇറക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ നിസ്സാരം വഴിയോ എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളെ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ചിങ്കാരി തന 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 തന്നാന കന തന്നാരേ അഴകേ